വളരെ വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ മുൻകാലങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് പവനായി ശവമായി എന്ന്, അല്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ പവനായി ശവമായി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 2 ദിവസമായിട്ട് ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ജീവിത ചരിത്രങ്ങൾ പല രൂപത്തിലാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് ഉള്ള വാർത്തകളൊക്കെ ചെയ്യുന്നത്. നമുക്കതിൻ്റെ പുറകിലൊന്നും പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ആര് എന്ത് ചെയ്തു വെക്കുന്നുവോ അത് കുറെ കഴിയുമ്പോൾ അതിൻ്റെ അടിവേര് മാന്തുക തന്നെ ചെയ്യും. ജനങ്ങളെ പറ്റിച്ച് തിന്നുന്ന ആളുകൾ അവരെ വേറെ രൂപത്തിലാണ് ജനങ്ങൾ നേരിടുക. ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൃഷ്ണചിത്രങ്ങൾ വരച്ച് ജനശ്രദ്ധ നേടിയ ജസ്ന സലീമിനെതിരെ പോലീസ് പരാതി. മതവികാരം വ്രണപ്പെടുത്തിയതിനാണ് യുവതിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയാണ് ജസ്ന സലീമിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. മുട്ട അടക്കമുള്ള നോൺ വെജ് വിഭവങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ കേക്ക് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ പ്രവേശിച്ചതിനെതിരെ ഭക്തരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധങ്ങൾ ആയിരുന്നു ഉയർന്നിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ജസ്ന സലീമിനെതിരെ BJP തൃശൂർ ജില്ലാ സെക്രട്ടറി പരാതി നൽകിയിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അഡ്വക്കേറ്റ് KR ഹരി പരാതി നൽകിയിരിക്കുന്നത്. സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ജസ്ന സലീം ബോധപൂർവം ശ്രമങ്ങൾ നടത്തുന്നതായാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. എന്ത് കാര്യമുണ്ടല്ലേ? ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഈ ജസ്ന സലീമിന് അവർക്ക് വരക്കാൻ കഴിവുള്ള സ്ത്രീയാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മളെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ ചില ആളുകൾ പറയുന്നു അവർ ട്രേസ് എടുത്തിട്ടാണ് ഈ കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത് എന്ന്. ഇപ്പോൾ ആ സംഭവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി തന്നെ അതിൻ്റെ മുറക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് നിമിഷവും ചിലപ്പോൾ ജസ്ന സലീമിന് പിടിവീഴാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ ഒരു അവരെ പരിഹസിക്കുന്ന രൂപത്തിലാണ് ജസ്ന ഗുരുവായൂർ നടയുടെ ആ ഒരു പന്തലിൽ കാണിച്ചു കൂട്ടിയ പേക്കുത്തുകൾ തന്നെ എന്ന് പറയാം. ഇപ്പോൾ ആ വിഷയം അങ്ങനെ കിടക്കട്ടെ. നമ്മളൊക്കെ മുൻകാലങ്ങളിൽ ബലാത്സംഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികളുടെ ആ ഒരു ചിന്തയിൽ വരുന്നത് മലയാള സിനിമയിലുള്ള ആ ഒരു TG രവിയെയും അതുപോലെ തന്നെ ബാലൻ കെ നായരെയും ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. കാരണം ബലാത്സംഗം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ കാണിച്ചു തന്നത് മലയാള സിനിമകളിലൂടെയാണ്. ഇന്ന് അതൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ 28കാരിയായ ഹിന്ദു യുവതിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയതായി പരാതി. സിന്ധിലെ മദിയാരി ജില്ലയിലാണ് സംഭവം. ജുദോ സിന്ധിലെ ഹാഷിമിന്റെ മകൻ വക്കാറിനെയാണ് എതിരെയാണ് പരാതി. വക്കാർ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് യുവതിയെ ഇസ്ലാമാക്കി മാറ്റി വിവാഹം കഴിച്ചുവെന്നുമാണ് പരാതി. യുവതിയുടെ മീര എന്നു പേര് ഷെഹനാസ് എന്നാക്കി. ഇസ്ലാമിക മതപരിവർത്തനവും തുടർന്നുള്ള നിർബന്ധിത വിവാഹവും കാരണം തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന്
ഷഹനാസ് പറഞ്ഞു. വക്കാറും സഹോദരന്മാരും ബന്ധുക്കളും തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും യുവതി പറഞ്ഞു. തനിക്ക് സുരക്ഷ നൽകണമെന്നും യുവതി അധികൃതരോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പീഡനങ്ങൾ തുടരുന്നുവെന്നതിൻ്റെ സാക്ഷ്യങ്ങളിലൊന്നാണ് ഈ സംഭവം. ഇപ്പോ ഇന്നത്തെ ന്യൂസ് ഞാൻ തപ്പി നോക്കി നോക്കുമ്പോൾ മൊത്തത്തിൽ ബലാത്സംഗം തന്നെയാണ് ആവർത്തിച്ച് ഞാൻ കണ്ടത്. അപ്പോൾ ബലാത്സംഗം ഏത് രൂപത്തിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, മലയാള സിനിമയിലൂടെയാണ് ബലാത്സംഗം എന്നുള്ള ആ ഒരു വാക്കിന്റെ ആ ഒരു സംഭവം നമ്മൾ കാണുന്നത് തന്നെ. എന്താണ് ബലാത്സംഗം? അപ്പോൾ ചിലപ്പോ ചില ആളുകൾ കമന്റിൽ വന്നിട്ട് പല രൂപത്തിലും പലതും പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അതിന്റെ ആ ഒരു ഇതിൽ ഗണത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലേ? എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ. കുവൈറ്റിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ഞെട്ടൽ അറിയിച്ച് ദേശീയ മനുഷ്യാവകാശ ബ്യൂറോ. പിതാവും ബന്ധുവും മറ്റൊരു പൗരനും ചേർന്നാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. കുറ്റക്കാർക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സിനോട് മനുഷ്യാവകാശ ബ്യൂറോ ആവശ്യപ്പെട്ടു. നിയമം നവംബർ 21, 2015 പ്രകാരം കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും അവകാശങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബ്യൂറോ കൗൺസിലിനോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും നടക്കുന്ന ബലാത്സംഗത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സംഭവമാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പല രൂപത്തിലാണ് ബലാത്സംഗം അരങ്ങേറിയിട്ടുള്ളത്. ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് 5 വയസ്സുകാരിയെ 14-കാരൻ ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയുടെ സഹോദരന്റെ സുഹൃത്തു കൂടിയായ 14-കാരനെ അറസ്റ്റ് ചെയ്ത് ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. കൂലിപ്പണിക്കാരായ ദമ്പതികളുടെ മകളാണ് അതിക്രമത്തിനിരയായത്. രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു. ഈ സമയത്തായിരുന്നു സംഭവം. ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് കവശേര പോലീസ് എത്തി കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 65 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പോക്സോ നിയമത്തിലെ സെക്ഷൻ 6 എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇത് ചെറിയ ചെറിയ ഡോസാണ് കേട്ടോ. കാരണം ഇത് ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള ന്യൂസുകളാണ് വന്നിട്ടുള്ളത്. പല പല രീതിയിൽ കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ ബലാത്സംഗ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. 15-കാരനായി നടിച്ച് 29 വയസ്സുകാരൻ ലൈംഗികമായി ചൂഷണം ചെയ്തത് 286 പെൺകുട്ടികളെ. ഇതിൽ പലരും 16 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരനായ മുഹമ്മദ് സൈൻ ഉൽ അബീദിൻ റഷീദ് എന്നയാളാണ് പിടിയിലായത്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഓസ്ട്രേലിയയിൽ എത്തിയതാണ് ഇയാളുടെ കുടുംബം. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ തന്നെ കുട്ടികൾക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ലൈംഗികാതിക്രമം എന്നാണ് സംഭവത്തെ മാധ്യമങ്ങൾ എഴുതുന്നത്. ഇതുപോലെ ഒരു കേസ് ഓസ്ട്രേലിയയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞെട്ടിക്കുന്ന സംഭവം എന്നാണ് ജഡ്ജി പോലും പ്രതികരിച്ചത്. 17 വർഷത്തേക്കാണ് ഇയാളെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. 38-ാമത്തെ വയസ്സിൽ 2033 മാത്രമാണ് ഇയാൾക്ക് പരോൾ ലഭിക്കുക. 15 വയസ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് കാണിച്ചാണ് ഇയാൾ പെൺകുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പെൺകുട്ടികളെ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. UK, US, ജപ്പാൻ, ഫ്രാൻസ് എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 286 പേരുമായി ബന്ധപ്പെട്ട 119 കുറ്റങ്ങൾ ഇയാൾ സമ്മതിച്ചു. ഇയാൾ അതിക്രമം